ഇന്ന് നമുക്ക് ഫോറം മാളിലൊന്ന് പോയിട്ട് വരാം. മരടിലുള്ള ഫോറം മാളിലേക്കാണ് പോകുന്നത് കേട്ടോ. ഫോറം മാളിൽ തന്നെ ലുലു ഹൈപ്പർ ഉണ്ടല്ലോ. അപ്പം ലുലു ഹൈപ്പർ ലക്ഷ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. അപ്പം നമ്മൾ ഏറ്റവും വലിയ ടെറസിലാണ് കൊണ്ടിട്ടേക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മുകളിലേക്ക് വരുന്നത്. ടെറസ് അതുകൊണ്ട് കാണാൻ പറ്റി. അപ്പോൾ ആ കാഴ്ച ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഈ ടെറസിലേക്കുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത് ഭയങ്കര കയറി കയറി പോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ കണ്ടോ, ഈ ടീയിലാണ് ടീ പാർക്കിംഗ്. ടീ ടെറസാന്ന് തോന്നുന്നല്ലോ, എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്ത് ഇത്രയും മുകളിലേക്ക് എത്തിയിട്ടാണ് പാർക്കിംഗ് കിട്ടിയത് കേട്ടോ. ഈവനിങ് സമയത്താണ് പോയത്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും കറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു ഹൈപ്പറിനകത്തുള്ള ഫുഡ് ഏരിയ മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. കാരണം അത് മാത്രമേ ഷൂട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് വെറൈറ്റീസ്, ലുലു ഹൈപ്പറിനകത്തുള്ള ഫുഡ് വെറൈറ്റി, ലുലു മാളിൽ നമ്മളുണ്ടല്ലോ ഹൈപ്പറിനകത്ത് ഇഷ്ടംപോലെ ഫുഡ് വെറൈറ്റീസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ഫോറം മാളിൽ ഹൈപ്പറിൽ ഇതുപോലെ കുറേ ഫുഡ് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയ നമ്മളൊന്ന് കറങ്ങി നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങൾ, പിന്നെ ബേക്കറി ഐറ്റംസ്, പിസ്സ പോലത്തെ ഐറ്റംസ്, പിന്നെ ചിക്കൻ്റെ വെറൈറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു. ചിക്കൻ ലെഗ് പീസ് മാത്രം, പെരി പെരി, അൽഫാം, അങ്ങനെ പല പല വെറൈറ്റി ഓഫ് ചിക്കൻ. ഗ്രിൽഡ് ചിക്കൻ വിങ്സ് മാത്രമായിട്ട് അങ്ങനെ എല്ലാം കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഫുഡ് ഏരിയ ഫുൾ എക്സ്പ്ലോർ ചെയ്തു എന്നറിയാം. പിന്നെ ഇവിടെ ഇത് കണ്ടോ, പിന്നെ കപ്പ, മീൻ കറി, അത് മീൻ തലക്കറി ഉണ്ടായിരുന്നു, പിന്നെ മുളകിട്ട മീൻ കറി, അങ്ങനെ മീൻ വെറൈറ്റീസ് പലതും. മീൻ തന്നെ അതേ ഒരു മുളകിട്ടത്, പിന്നെ എന്തൊരു പച്ച കളറിൽ കാണുന്ന മീൻ്റെ ഒരു ടൈപ്പ് വെറൈറ്റി, പിന്നെ ഇത് ബിരിയാണിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് കണ്ടെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഞാൻ വാങ്ങിക്കാണ് ഈ കോൺസ്, ഇങ്ങനെ വേവിച്ച ഐറ്റംസ് ഉണ്ടല്ലോ, സ്റ്റീം ചെയ്ത പല ഐറ്റംസും, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കണ്ടു കിടന്നു. ഇവിടെ നിന്നൊന്നും എടുത്തില്ല. സാധാരണ കോണൊക്കെ കാണുമ്പോൾ എനിക്ക് എടുക്കാൻ തോന്നാറുണ്ട്, ഇത്തവണ വാങ്ങിച്ചില്ല. പിന്നെ അതേ മാമ്പഴത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണണം. മാമ്പഴത്തിൽ അലിഞ്ഞ നെല്ലിപ്പുളി, നെല്ലിപ്പുളി കണ്ടിട്ടുണ്ട്, പക്ഷേ ആ മാമ്പഴത്തിൽ ലയിച്ച് എന്താണ് ടേസ്റ്റ്, മധുരമൊക്കെ ആയിരിക്കും. പിന്നെ വാങ്ങിച്ചില്ല, കണ്ടു നടന്നു. എരിവും പുളിയും അങ്ങനെ പല എന്താണ് അവലോസ് പൊടിയാണെന്ന് തോന്നുന്നു കണ്ടത്. അങ്ങനെ പിന്നെ കട്ട് ഫ്രൂട്ട്സ്, ഇത് പലതരം ഫ്രൂട്ട്സ് അല്ല വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ വൺ ഡേ എക്സ്പയർ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു ദിവസം വാങ്ങിക്കുന്നത് അന്ന് തന്നെ കഴിക്കുക. പിന്നെ ജ്യൂസ്, എനിക്ക് ജ്യൂസ് വെറൈറ്റി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പോകുമ്പം ലുലു എടുക്കുന്ന സാധനമാണ് ഇത്, ജ്യൂസ് എന്തെങ്കിലും വെറൈറ്റി എടുക്കാറുണ്ട് എപ്പോഴും. പിന്നെ ഇതൊക്കെ അച്ചാറിൻ്റെ ഏരിയ ആണ്. പല വെറൈറ്റി ആയിട്ടുള്ള പിക്കിൾസ് കണ്ടോ, ഇത് സ്ക്വിഡ്, ഷാർക്ക്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇത് ഒലീവാണ്, ഒലീവ് തന്നെ പല വെറൈറ്റി ഒലീവ്സ്, പിന്നെ അത് തന്നെ ബ്ലാക്ക് ഒലീവ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുണ്ടല്ലോ, ഇത് ബ്ലാക്ക് ഒലീവാണ്. ഇതൊക്കെ ഓരോരോ പർപ്പസിനായിരിക്കുന്നതാണ്. ഇതൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല ഇതുവരെയായിട്ടും. കണ്ട് നടക്കാൻ കൊള്ളാം. പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ്, നെല്ലിക്ക, നാരങ്ങ, അങ്ങനെ പലതും. പിന്നെ ഇത് ബട്ടറാണ് കേട്ടോ. ഇത് കാന്താരി ഉപ്പിലിട്ടത്, നെല്ലിപ്പുളി, പിന്നെ മാങ്ങ ഉപ്പിലിട്ടത്. എനിക്കിത് ഈ ഒരു ഏരിയ, ഈ ജ്യൂസ് ഭയങ്കര താല്പര്യം ഇഷ്ടമാണ്. ഞാൻ ഏതൊരെണ്ണം എപ്പോഴും പോകുമ്പോൾ എടുക്കാറുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോൾ ഇത്തവണ ഇത് കോൾഡ് കോഫി ആയിരുന്നു. കോൾഡ് കോഫി ഞാൻ എടുത്തായിരുന്നു. പിന്നെ വേറെയും പല വെറൈറ്റി സ്ട്രോബെറി, ലിച്ചി, പല ഫ്ലേവർ, ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തുമ്പി ചോക്ലേറ്റ് കണ്ടപ്പോൾ ഒന്ന് അവിടെ നിന്നു. ചോക്ലേറ്റ് ഞാനത്തെ ചോക്ലേറ്റ് ലവറൊന്നും അല്ല, എന്നാലും ഞാൻ ഈ ഒരു തുമ്പി എടുത്ത് വെറൈറ്റി കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കാണിച്ചു തരാം നിങ്ങളെ. ഇത് ചോക്കി സ്റ്റിക്ക്, ഇത് തുമ്പി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാത്ത ആയതുകൊണ്ട് വാങ്ങിച്ചു. അതെനിക്ക് കുഴപ്പമില്ല, നന്നായിട്ട് തോന്നി. വലിയ റേറ്റ് ഒന്നുമില്ല അതിന്. എനിക്ക് ഈ ഒരു എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഏരിയയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ കറങ്ങിയായിരുന്നു. ഒന്നും ഇത്തവണ വാങ്ങിച്ചില്ല. സാധാരണ ഇതിലൊക്കെ ഫ്രൂട്ട്സാണ് ഞാൻ വാങ്ങിക്കാൻ, ഇത്തവണ ഒന്നും വാങ്ങിച്ചില്ല. കാരണം പല വെറൈറ്റി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചില്ല ആ ബെറിയൊന്നും എനിക്കത്ര നന്നായിട്ട് തോന്നിയില്ല. പിന്നെ ഇത് ഫിഗാണ്. ഫിഗിൻ്റെ ഞാൻ മരം വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഫിഗിൻ്റെ മരം നമ്മൾ ടൂർ പോയൊരു ഫോട്ടോ വീഡിയോയിൽ വട്ടവടയ്ക്ക് പോയത്. അപ്പോൾ ഫിഗാണത്. അത് ഞാൻ വാങ്ങിച്ചില്ല, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ റോ ഡേറ്റ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ പഴുത്ത ചക്ക വരെ ഉണ്ട്. അങ്ങനെ നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി, ലുലു ഹൈപ്പറിൽ നിന്ന് ഇറങ്ങി അത്യാവശ്യം വേണ്ടതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഫോറം മാൾ. പിന്നെ തുമ്പിക്ക് വേണ്ട ഒരു സാധനം വാങ്ങിച്ചിട്ട്, ഞാൻ വീഡിയോ ഒരു ഫോട്ടോയെ കാണിക്കാം കേട്ടോ. തുമ്പി അത് മതി എന്ന് പറഞ്ഞിട്ട്
ഇത് സ്നിച്ച് ഇതിനാണ് തുമ്പി വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ഫോറം മാളിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു തുടങ്ങിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കയറിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇറങ്ങി ഇപ്പോൾ എടുക്കാമെന്ന് വെച്ചാൽ ഈ ഇറങ്ങി പോകുന്ന വഴി അല്ല, കയറി വരുമ്പോൾ ചെയ്യുമ്പോൾ തോന്നിയത് ആകാശത്ത് മുട്ടി നിൽക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. കയറിയിട്ട് എവിടെയാണ് പോയി നിൽക്കുന്നത്, ആകാശത്ത് പോയി പാർക്ക് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും മുകളിലേക്കാണ് ടെറസിലാണ് പാർക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ, ടീയിലാണ് പാർക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഇതുവരെ ഞാനിത് വന്ന സമയത്ത് നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോഴൊക്കെ നമ്മൾ P2 P3 അങ്ങനെ പാർക്ക് ചെയ്യാറ്. ഈ ടീ വരെ പോയിട്ട് പാർക്ക് ചെയ്ത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഈ മുകളിലേക്ക് കയറുമ്പോൾ നമുക്കൊരു ഇങ്ങനെ എന്താ പറയുക, പേടിയെന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇത് മുകളിലേക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ച് കയറുമ്പോൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കൂടുതൽ പൊക്കത്തിലേക്ക് പോകുമ്പോൾ ഒരു ഫീല്, ഒരു ഉൾഭയം എന്നോ എന്താ അതിന് പറയുക എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഇത്ര ആകാശം മുട്ടി നമ്മൾ വണ്ടി കൊണ്ടിട്ടൊരു ഫീലാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇത് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങിയായിരുന്നു. അങ്ങനെ ഒരു ഈവനിങ് കറക്കം ഒരു 2 മണിക്കൂർ നമ്മളിവിടെ കറങ്ങിയോളൂ, 2-2.5 മണിക്കൂർ. അങ്ങനെ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞു. വേറെ അധികം ഷോപ്പിലൊന്നും കയറില്ല. ആകെ ഹൈപ്പറിലാണ് മെയിനായിട്ട് കയറിയത്. അതുകൊണ്ട് 2.5 മണിക്കൂർ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങി. ഇത് നമ്മുടെ ഫോറം മാളിൻ്റെ ലുക്ക് ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോറം മാളിൻ്റെ പുറമേ നിന്നുള്ള വ്യൂ കാണാനായിട്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. See you.